ആശാ വർക്കർമാർ സമരത്തിൽ തന്നെയാണ്. യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറാവുന്നില്ല എന്നാണ് അവരുടെ വാദം. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നില്ലേ സർക്കാർ? സർക്കാർ മുൻകൈ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലൊന്ന് ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്ന ഒരു ചിന്ത വളരെ കൃത്യമായി CPM-ൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം CPM ബംഗാളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തകർന്നു പോയതിൽ ഇത്തരത്തിലുള്ള ചില സമരങ്ങളുടെ ഇടപെടലുകൾ കൂടിയുണ്ട്. അപ്പോൾ ആ സമരങ്ങൾ ആളിക്കത്തിച്ചത് ഇപ്പോൾ പലപ്പോഴും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്ലെങ്കിൽ മറ്റു പല സംഘടനകൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള സംഘടനകളുടെയൊക്കെ ഭാഗമായി നടന്ന സമരമാണ് എന്നാണ് വിചാരിക്കുന്നത്. ഈ സമരത്തിൻ്റെ ആവശ്യം ന്യായമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ 7000 രൂപ അല്ലെങ്കിൽ ഒരു ദിവസം 233 രൂപ എന്നൊക്കെ പറയുന്നത് എനിക്ക് വിശ്വാസമില്ല കേട്ടോ. അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ ഡയലോഗുകളാണ്. പക്ഷേ എങ്കിലും ഒരു ദിവസം 400 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ 400 രൂപ പോരാ, അവർക്ക് തീർച്ചയായിട്ടും കൂട്ടിക്കൊടുക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല. പക്ഷേ ഈ സമരം ഉയർത്തുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനെ വിമർശിക്കാതെ വയ്യ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആ സമരം നടന്ന ആളുകളുടെ അടുത്ത് ഞാൻ പോയി സന്ദർശിച്ചിട്ടുള്ളതാണ്, അവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരോടൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല. അവർ പാവപ്പെട്ട സ്ത്രീകളാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള സമരത്തിൽ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ആ ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് CPM-നെ രക്ഷിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ ചോദ്യം ഇത് യഥാർത്ഥത്തിൽ 8200 രൂപ അവർക്ക് കൊടുക്കുമ്പോൾ അതിൽ ഏതാണ്ട് 1800 രൂപ കേന്ദ്ര ഗവൺമെൻറ്, ബാക്കിയുള്ള 8200 രൂപയും കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2023 കണക്ക് പ്രകാരം 10,05,000 പേരുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 10,35,000 പേരുണ്ട്. ഈ 10,35,000 വരുന്ന ഇന്ത്യയിലെ ആളുകൾക്ക് കിട്ടുന്നത് എന്താണ് എന്ന് കൂടി നമ്മളൊന്ന് ആലോചിക്കണ്ടേ. അത് ഇതിനേക്കാൾ പരിതാപകരമാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ കിട്ടുന്നത് 1000 2000 രൂപയാണ്, 2000 രൂപ താഴെയാണ്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രമുഖമായ പ്രശ്നം ഈ സമരത്തിൻ്റെ പ്രശ്നം സുരേഷ് ഗോപിയുടെ നിന്ന് കുട വാങ്ങിക്കുകയും രാജീവ് ചന്ദ്രശേഖരൊക്കെ വരുമ്പോൾ വളരെ സന്തോഷത്തോടെ കെട്ടിപ്പൊണ്ടുകയും ചെയ്തതിന് ശേഷം ഇത് കേരള ഗവൺമെൻറ് മാത്രം കാര്യമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ല. അത് അവരുടെയും കൂടി കാര്യമാണ്. അവരുടെ കൂടിയല്ല, ഏറ്റവും പ്രമുഖമായ കാര്യം അവരുടേതാണ്. കേന്ദ്ര ഗവൺമെൻറ് എൻ്റെ പ്ലാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാനാണ്. ആ പ്ലാനിൽ 2006 കൊണ്ടുവന്നിട്ടുള്ള പ്ലാനാണ്. ആ പ്ലാൻ അനുസരിച്ച് തീർച്ചയായിട്ടും ഇത് കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ മതി. കാരണം വോളണ്ടിയർ എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഇവരെ വോളണ്ടിയർ ആയിട്ടാണ്, അതായത് സ്വമനസാല ഒരു സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നവരായിട്ടാണ് ഇത് കണക്കൂട്ടിയേക്കണം. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ലേബർ ലോയുടെ പുറത്തോ ഇത് വേറെ ഒന്നും ആനുകൂല്യങ്ങളൊന്നും അവർക്ക് കിട്ടാൻ അർഹത ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വോളണ്ടിയർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് മാറ്റാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാരമുണ്ടോ? ഇല്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന അവർക്ക് വേതനം വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം, അവരുടെ ഇൻസെൻറ്റീവ് കൂട്ടിക്കൊടുക്കാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ ഈ വോളണ്ടിയർ എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉള്ളിടത്തോളം കാലം അവർക്കൊരു തൊഴിലാളിയുടേതായിട്ടുള്ള ബെനിഫിറ്റുകളൊന്നും കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഓൾ ഇന്ത്യ ലെവലിൽ കേന്ദ്ര ഗവൺമെൻറ് വരുത്തേണ്ട മാറ്റമാണ്. പക്ഷേ ആ കേന്ദ്ര ഗവൺമെൻറ് വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ചോ അവരുടെ നേതാക്കന്മാർ വരുമ്പോഴോ ഇവരൊന്നും സംസാരിക്കാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് മാത്രം ഇത് ആവശ്യപ്പെടുന്നത് അനീതിയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് ഈ ചോദ്യത്തിന് ഉത്തരം നിർത്താം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, എല്ലാ പഞ്ചായത്തുകൾക്കും വേണമെങ്കിൽ ഇവർക്ക് കൂട്ടിക്കൊടുക്കാം, എല്ലാ മുനിസിപ്പാലിറ്റികൾക്കും വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. അപ്പൊ ഇവർ ഓരോ മുനിസിപ്പാലിറ്റിയിൽ സമരം ചെയ്താൽ മതിയോ? പോരാ. മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ സമരം ചെയ്തോളൂ, സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെ സമരം ചെയ്തോളൂ. പക്ഷെ അതേസമയം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആളുകൾ വരുമ്പോൾ ഇത് നിങ്ങൾ വിചാരിച്ചാൽ ഇതിനേക്കാൾ എളുപ്പത്തിൽ ഈ പ്രശ്നം തീർക്കാൻ കഴിയുമെന്ന് പറയേണ്ടതിന് പകരം അവരുടെ കയ്യിൽ നിന്ന് കൊട മേടിച്ച് ചൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. അതായത് സംസ്ഥാന സർക്കാരിനോടുള്ള സമരം അതിൽ മൃദുവാക്കി മാറ്റുക, കേന്ദ്രത്തോട് കുറച്ചുകൂടി മൃദുവാക്കണ്ട, കൂടുതലും കേന്ദ്രത്തോടല്ലേ ചോദിക്കുക. വന നിയമത്തിന്റെ പേരിൽ നമ്മളൊരു സമരം ചെയ്യുമ്പോൾ നമ്മൾ സംസ്ഥാന ഗവൺമെന്റിനെതിരെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരുപോലെ നിങ്ങൾ സമരം ചെയ്യണം. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു മന്ത്രിയുടെ കയ്യിൽ നിന്ന് കൊടവേടിച്ച് ചൂടിക്കൊണ്ടല്ല സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത്. ഇത് സർക്കാരിനെതിരെ മാത്രം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. തീർച്ചയായിട്ടും ഇതിന്റെ സർക്കാരിനെതിരെ മാത്രം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഒന്ന്. രണ്ടാമത് ഞാനൊരു കാര്യം കൂടി വ്യക്തമായിട്ട് പറയാം. ഒരു മീഡിയയും പറയാൻ ധൈര്യമില്ലാത്ത, കാരണം മീഡിയകളെല്ലാം തന്നെ മറ്റേ ഒഴുക്കിനനുസരിച്ച് അങ്ങോട്ട് നീന്തുന്നവരാണ്. എനിക്കൊരു ഭയവുമില്ല. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയാം, ഇത് യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിന്റെ 9ാം കൊല്ലം ആയതുകൊണ്ടുള്ള സമരവും കൂടിയാണ്. കാരണം ഇതിനു മുമ്പ് വേണമെങ്കിൽ അവർക്ക് സമരം ചെയ്യായിരുന്നു, അങ്ങനെ സമരം ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ഒരു 6 മാസം കഴിയുമ്പോൾ മറ്റു പല സമരങ്ങളും പുറപ്പെടും. ഒരു ജനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സമരങ്ങളുടെ മഹാവേലിയേറ്റം കേരളം കാണാനിരിക്കുന്നേ ഉള്ളൂ.
കാരണം പിണറായി വിജയന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ PSCയുടെ ലിസ്റ്റിലുള്ള ആളുകളൊക്കെ തന്നെ മുട്ടിലെഴുതുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അത് നിഷ്കളങ്കമല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വെച്ചുള്ളൂ. ഇവർക്ക് ഈ ശമ്പളം ന്യായമാണ്, ശമ്പളം കൂട്ടി കൊടുക്കണം. പക്ഷെ ശമ്പളം ഇവിടെ മാത്രം കൂട്ടിയാൽ മതി എന്ന് പ്രത്യേകിച്ചും ഈ സമരത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ പറയുന്നത് എനിക്ക് സംശയമുണ്ട്. ഇതിലിപ്പം ഇവരെ ഉന്നയിക്കുന്ന ആശാ വർക്കർമാരും അവരുടെ സംഘടനയൊക്കെ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം എന്ന് പറയുന്നത് 2021 LDFിന്റെ പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിൽ സ്കീം വർക്കേഴ്സിന്, ആശാ വർക്കർമാർക്ക് 700 രൂപ കൂട്ടി നൽകുമെന്ന് വാഗ്ദാനം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഉമ്മൻചാണ്ടിയോട് കരീമടക്കമുള്ള CITU നേതാക്കൾ നേരത്തെ എന്തുകൊണ്ട് ആശാ വർക്കർമാരുടെ ശമ്പളം കൂട്ടി നൽകുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രമാണ് ഇതെല്ലാം ചെയ്യേണ്ടതെങ്കിൽ അന്ന് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്തു? അത് തെറ്റിപ്പോയോ പരിക്ക് യഥാർത്ഥത്തിൽ? എനിക്കിത് ഞാൻ ചോദിക്കണം, പറഞ്ഞു കഴിഞ്ഞില്ല. ഈ 700 രൂപ പ്രകടന പത്രികയിൽ ആക്കി മാറ്റും മിനിമം കൂലി എന്ന് സംസ്ഥാന സർക്കാർ ആശാ വർക്കർമാരുടെ ഉൾപ്പെടുത്തിയത് തെറ്റിപ്പോയവർക്ക്? തെറ്റാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് ആശാ വർക്കർമാരുടെ വേതനം 700 രൂപയാക്കുമെന്നല്ല പ്രകടന പത്രിക. പറഞ്ഞുതരാം. അതിൽ പറഞ്ഞേക്കണത് മിനിമം വേതനം എന്ന് പറയുന്നത് പെർ ഡേ 700 രൂപയാക്കുമെന്നാണ്. അപ്പൊ ആ 700 രൂപയാക്കുമെന്ന് പറയുന്നത് സാധാരണ തൊഴിലാളികളുടെ കാര്യത്തിലാണ്. ആ തൊഴിലാളികളുടെ കാര്യത്തിൽ 700 രൂപ ആക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട്. എനിക്ക് ഇടതുപക്ഷത്തെയോ CPM-നൊന്നും ന്യായീകരിക്കേണ്ട ഒരു കാര്യമില്ല. കഴിഞ്ഞ നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ തന്നെ താങ്കൾ DYFIയുടെ കാര്യമൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ DYFIയുടെ ആരുമില്ല. പക്ഷെ ഞാൻ പ്രധാനമായിട്ടും സത്യം പറയണം എന്നെനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് 700 രൂപ എന്ന് പറയുന്നത് മിനിമം വേതനമാണ് തീരുമാനിച്ചത്. ആ മിനിമം വേതനം നിങ്ങൾ ഇതിൽ കൊടുക്കാന്നല്ല പറഞ്ഞേക്കണത്. ഒന്ന്. ഇനി രണ്ടാമത് തൊഴിലാളികളായി ഉള്ള ആളുകൾക്ക് മിനിമം വേതനം 700 രൂപയാക്കി ഉയർത്തണം എന്നുള്ളതാണ്. മറ്റു പല മേഖലകളിലും ഞാനിപ്പോൾ ചർച്ചയ്ക്കുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. മറ്റു പല മേഖലകളിലും അത്തരത്തിലുള്ള വേതനമുണ്ട്. 400 500 രൂപയൊക്കെ ഉണ്ട്. അത് 700 രൂപയ്ക്ക് ഉയർത്തണമെന്നാണ്. ഇനി ഫാക്ട് എന്താണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഘട്ടത്തിൽ ഇവർ സമരം ചെയ്യുമ്പോൾ ഇവരുടെ വേതനം എത്രയായിരുന്നു അറിയുമ്പോൾ 500 രൂപയായിരുന്നു. ഏത് UDF ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത്. അതിനുശേഷം അത് VS ശിവകുമാറൊക്കെ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ, 100 രൂപ കൂട്ടിക്കൊടുത്ത് 600 രൂപയാക്കി. പിന്നെ 2014 പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇവരുടെ വേതനം എത്രയാണെന്നറിയോ? കേരളത്തിൽ 1000 രൂപയാണ്. 2017 അത് 1500 ആക്കി. 2018 അത് 2000 ആക്കി. 2019 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഒറ്റടിക്ക് 2000 വർദ്ധിപ്പിച്ച് 4000 ആക്കി. അങ്ങനെ ഏറ്റവും ഒടുവിൽ 2023 വരെ കൂട്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ 7000 രൂപയിലേക്ക് എത്തിയത്. അപ്പൊ അതുകൊണ്ട് അതായത് 1000 രൂപ ഉണ്ടായിരുന്ന ഒരു കാര്യം 1000 രൂപ ഉണ്ടായിരുന്ന ഒരു കാര്യം വർദ്ധിപ്പിച്ചത് ഫാക്ട് അല്ലാതാകും. വർദ്ധിപ്പിച്ചു നട്ടുച്ചക്ക് 12 എന്ന് പറയുമ്പോഴത്തേക്കും അതുകൊണ്ട് ഇനി 1 മണി ആകണ്ടെന്നതിന് അർത്ഥമുണ്ടാ? നിങ്ങൾ ഈ വാദങ്ങൾ പറയരുത്. ഞാൻ വാദങ്ങളല്ല പറയുന്നത്. ഇപ്പം വർദ്ധിപ്പിച്ചു. എനിക്ക് അതിന് നേരത്തെ വർദ്ധിപ്പിച്ചു. 1000 രൂപയിൽ നിന്ന് 1000 രൂപയിൽ നിന്ന് കഴിഞ്ഞ 9 കൊല്ലങ്ങൾ കൊണ്ട് 6000 രൂപയെ വർദ്ധിപ്പിച്ചു. കേൾക്കുന്നവർ തീരുമാനിച്ചോട്ടെ. ഞാൻ പറയുന്നത് ഇനി വർദ്ധിപ്പിക്കേണ്ടതാണോ അല്ലെങ്കിൽ ഇനി വർദ്ധിപ്പിക്കണം എന്നാണോ എന്നുള്ളത് കേൾക്കുന്നവർ തീരുമാനിച്ചോട്ടെ. താങ്കൾക്ക് ഗൗതമിനെ പോലുള്ള ആൾക്ക് ഇങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ എനിക്ക് സഹതപിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് അവരുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ 700 രൂപ മിനിമം വേതനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇടതുപക്ഷത്തിനുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരുടെ വേതനവും ഇപ്പോൾ ഒരു 400 രൂപ കിട്ടിക്കൊണ്ടിരുന്നത് 700 രൂപ ആക്കേണ്ടതാണ്. പക്ഷെ അത് തീർച്ചയായിട്ടും അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു പോകണം. എന്താണ്? ഇതിനു മുമ്പുള്ള ഒരു ഗവൺമെന്റും കാണിക്കാത്ത രീതിയിലുള്ള വർധനവ് ഇടതുപക്ഷം കാണിച്ചിട്ടുള്ള കരുണ ഇവരോട് അല്ല, വാസ്തവമാണ്. ആ വാസ്തവത്തെ നിങ്ങൾ മൂടി വെച്ചുകൊണ്ട് വേറെ ആരുടെങ്കിലും കുട മേടിച്ച് ചൂടി അത് മൂടാൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇനി അടുത്തൊരു കാര്യം, ഇനി വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടല്ലോ. 4 തവണത്തെ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കുടിശ്ശിക മുടക്കം വരുത്തിയിരിക്കുകയാണ്. ഓക്കെ, 2 തവണത്തെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് കുടിശ്ശിക മുടക്കം വരുത്തിയിരിക്കുന്നത്. ഈ കുടിശ്ശിക 2 തവണത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് മുടക്കം വരുത്തുമ്പോൾ നിങ്ങൾ 2 തവണ സ്റ്റേറ്റ് ഗവൺമെന്റ് മുടക്കം വരുത്തി, അത് നിങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടോ? കുഴപ്പമില്ല. ഞാൻ പറയുന്നത് അതിലെനിക്ക് യാതൊരു പരാതിയില്ല. താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷേ മറ്റേ 4 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യരുത്, കുടചൂടി മറക്കരുത്. ആ 4 എണ്ണത്തിന്റെ ആളുകളും കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ചോദിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങളത് തരാത്തതെന്ന് ചോദിക്കണം. അതുകൊണ്ടാണ് ഈ സമരത്തിൽ യാഥാർത്ഥ്യം ഇതാണ് സുഹൃത്തുക്കളെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എളുപ്പം ഏതാണെന്ന് അറിയാമോ? ഗൗതത്തിനും എനിക്കൊക്കെ എളുപ്പം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരോടൊപ്പം അങ്ങോട്ട് കൂടുതലാണ്. കാരണം വെച്ചാൽ ഒരു പൊതുജനവികാരം അവർക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും അത് പൊലിപ്പിക്കുന്നുണ്ട്. അതിനോടൊക്കെ ഞാൻ അനുകൂലിക്കുന്നു. തീർച്ചയായിട്ടും അവരെ പരിഗണിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 233 രൂപയാണ് പെർ ഡേ കിട്ടുന്നതെന്നാണ് പറയുന്നത്.
ഞാൻ ഗൗതത്തിനോട് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. അസുഖകരമായ ചോദ്യമായിരിക്കും, പക്ഷേ സത്യസന്ധമായി ഉത്തരം പറയുമെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നു. ഈ കേരളത്തിലെ ഏതെങ്കിലും തൊഴിലാളികൾക്ക് 233 രൂപയ്ക്ക് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം രാത്രി മുഴുവൻ പിടിച്ചിരുത്തപ്പെട്ടിട്ടുള്ള ഒരു വനിതയുണ്ടല്ലോ. ആ വനിതയുടെ യഥാർത്ഥത്തിലുള്ള കാര്യം എന്താ? ഞാൻ അവരോട് വിളിച്ച് സംസാരിച്ചു. ബിന്ദു അവരൊരു ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അവരൊരു ഗ്രൂപ്പിൽ അംഗമാകുന്നു, വാട്സപ്പ് ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിൽ നിരവധി ഇതുപോലെ ജോലിക്ക് ആവശ്യമുള്ള ആളുകളുടെ ലിസ്റ്റ് വരുന്നു. അങ്ങനെ വരുന്നത് കണ്ടിട്ട് ഒരു വീട്ടിൽ ഒരു ദിവസം ചെല്ലുമ്പോൾ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂറാണ് അവർ ചെല്ലുന്നത്. ആ 3-4 മണിക്കൂർ അവർ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടുന്നത് 500 രൂപയാണ്. അത്തരത്തിൽ വീട്ടുജോലികൾക്കുള്ള വലിയ അവസരങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കണ്ണടച്ച് ഇരുട്ടാക്കിയത് കൊണ്ട് എന്തില്ല കാര്യം ഇല്ല. അതായത് പറഞ്ഞു വരുന്നത് ഇത് കളവാണെന്നൊന്നുമില്ല. 233 രൂപ എന്നുള്ളത് തെറ്റാണ്, മനസ്സിലായി? 233 രൂപ, ഒരു 400 രൂപ അവർക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ അവർ ഈ ജോലി ചെയ്ത് ശീലിച്ചു പോയതുകൊണ്ടുണ്ടാവും. അവർക്ക് വരുമാനം കാശ് കൂട്ടിക്കൊടുക്കുന്നതിൽ എനിക്കൊരു തെറ്റുമില്ല. PSC മെമ്പർമാരുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റേ KV തോമസിന്റെയും ഒക്കെ കാശ് കൂട്ടിയത് അങ്ങേറ്റം തെറ്റാണ്. അതുപോലെ യുവജനക്ഷേമ കമ്മീഷൻ അദ്ദേഹം ചിന്താ ജെറോമിന് കൂട്ടിക്കൊടുത്തതിനൊക്കെ ഞാൻ അങ്ങേറ്റം പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, ഇന്ന് ഉച്ചക്ക് 12 മണിയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് രാത്രി 12 മണിയാണെന്ന് പറയരുത്. നിങ്ങളുടെ സമരത്തിന് കുറച്ചും കൂടി സത്യസന്ധത വേണം എന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഈ 26,500 പേരുടെ പ്രശ്നമാണ്. അതിൽ 500 പേരല്ല 150 പേര് സമരം ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷെ ആ 150 പേര് സമരം ചെയ്യുമ്പോഴും സത്യസത്യമായിട്ട് നേതാവ് കരീമിന്റെ അടക്കമുള്ള പ്രതികരണം ഉണ്ടായിരുന്നല്ലോ. പാട്ടകുലുക്കി ഉണ്ടായവരാണ് ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നാണ് അവർ പറയുന്നത്. അതിനോട് എന്താ അഭിപ്രായം? പാട്ടകുലുക്കി ഉണ്ടായതാണെന്ന് പറയുന്നതിനെതിരെ ഞാൻ ചെയ്ത വീഡിയോ കിടക്കുന്നുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്ത വീഡിയോ കിടക്കുന്നുണ്ട്. കരീമൊക്കെ ആ വിവരക്കേടൊന്നും കരീമൊന്നും പറയരുത്. കാരണം പാട്ടയും ബക്കറ്റും കുലുക്കുന്നത് തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ല. അതുകൊണ്ട് കരീമൊക്കെ ഇത് ഇന്ന് മാത്രമല്ല, ഇതിനു മുമ്പും പല വിവരക്കേടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിനു വി ജോണിന്റെ വീടിനകത്ത് കയറി പോസ്റ്റർ ഒട്ടിക്കാൻ ധൈര്യം കാണിച്ചവരാണ്. വിനു വി ജോണിനോട് എറണാകുളത്തെ ഓഫീസിൽ വന്ന് ഇറങ്ങി വാടാ എന്നൊക്കെ പറഞ്ഞ് CIT-കാർ സമരം ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു നിൽക്കുകയാണ്, മനസ്സിലായി? ഏഷ്യാനെറ്റ് ഓഫീസിൽ വിനു വി ജോൺ ഇവിടെ ഇരിക്കണമെന്ന് അവർക്കും അറിയാം, ഈ സമരം ചെയ്യാൻ വന്നവർക്കും അറിയാം. അതുകൊണ്ട് ഇറങ്ങി വാടാന്നൊക്കെ വിളിക്കാം. അതുകൊണ്ട് അതൊക്കെ വെറും അസംബന്ധമാണ്. ഇവരുടെ ഈ പറയുന്ന പോലെ സംഘടന വലുതായതുകൊണ്ടുള്ള അഹങ്കാരവും വൃത്തികേടുമാണ് പറയുന്നത്. ഒരു സംശയമില്ല കാര്യത്തിൽ. അത് പിന്നെ ഇതിനേക്കാൾ വലിയ കമന്റുകൾ പറഞ്ഞിട്ട് കേരളം ഞെട്ടിയിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. MM മണി പറഞ്ഞെന്താ, മറ്റേ പെമ്പിളയൂരുമായി സമരത്തിൽ ഒരു DYSPയും ബാക്കിയുള്ളവരും കൂടി കുറ്റിക്കാട്ടിൽ വൃത്തികേടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിലിപ്പോ ഇവരുടെ ഉന്നയിക്കുന്നതും ഒരു തൊഴിൽ പ്രശ്നമാണ് ഈ ആശാ വർക്കർമാര്. അപ്പം തൊഴിലാളി സംഘടനയ്ക്ക് വേണ്ടി നിൽക്കുന്ന തന്നെ ഒരു നേതാവിൽ നിന്ന് ഇത്തരം വർത്തമാനങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞ പോലെ തന്നെ അപഹാസ്യം. ഇളമരം കരിയുമൊക്കെ തൊഴിലാളിയാണെന്ന് താങ്കളോട് ആരാ പറഞ്ഞു? ഇതാണ് നമ്മുടെ തൊഴിലാളി നേതാവാണല്ലോ. തൊഴിലാളി നേതാവാണ്. തൊഴിലാളി നേതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൊട്ടടുത്ത് കൊച്ചിൻ പോർട്ടിലൊരു നേതാവ് ഉണ്ടായിരുന്നു, VHM റഫീഖ്, കേട്ടിട്ടുണ്ടോ? അയാളാണ് അരയണ്ണങ്ങളുടെ വീട് എന്നൊക്കെ പറഞ്ഞ സിനിമ എടുത്തത്. മൂഡ് കോർട്ട് കോമ്പറ്റീഷന് LLBക്ക് പഠിക്കുമ്പോൾ ഏതാണ്ട് അയാളാണ് അവിടെ 40,000 രൂപ സ്പോൺസർ ചെയ്ത് പല പരിപാടികൾക്കും കൊടുത്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് 300-അധികം ലോറികൾ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം തൊഴിലാളി നേതാവാണ്. നമ്മുടെ നാട്ടിലുള്ള വലിയ വ്യവസായി കൂടിയാണ്. അല്ല, കരീം വലിയ വ്യവസായിയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന് വ്യവസായം ഉണ്ടെന്നൊന്നും തെളിയിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ കരീമിന്റെ രീതികളും ഭാവങ്ങളും ഒക്കെ ഒരു മുതലാളിയുടേതാണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. പിന്നെ നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചു. അങ്ങ് പറഞ്ഞത് കൃത്യമായിട്ടും കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണം ഇവര് എന്നുള്ളതാണ്. അത് വളരെ അതായത് ഇവരെ സാധാരണ തൊഴിലാളികളായിട്ട് സാധാരണ തൊഴിലാളികളായിട്ട് ഇപ്പൊ അവര് വോളണ്ടിയർഷിപ്പാണല്ലോ അവർക്കുള്ളത്. അപ്പൊ അവരെ ആ രീതിയിൽ പരിഗണിക്കണം എന്നൊരു ആവശ്യം എന്താണ് കേന്ദ്രത്തോടും ഈ ഒരു ശക്തമായിട്ട് തന്നെ ഉന്നയിക്കണം. അത് ഉന്നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഞാൻ പറഞ്ഞത് താങ്കളോട്. അല്ല, താങ്കൾ എന്റെ വായിൽ കയറിയിരുന്ന് സമ്മതിക്കില്ല. ഇതല്ലേ താങ്കൾ? അല്ല, ഞാനതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ കേരള ഗവൺമെന്റിനെതിരെ സമരം ചെയ്യൂ, വേണമെങ്കിൽ പഞ്ചായത്തിനെതിരെ സമരം ചെയ്യൂ, ബാക്കിയുള്ള ആളുകൾക്കെതിരെ സമരം ചെയ്യൂ. പക്ഷെ കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ നിങ്ങൾക്ക് ഈ സമരം നടത്താം, പഞ്ചായത്ത് കമ്മിറ്റിയോട് കൂട്ടണമെന്ന് ആവശ്യപ്പെടാം. പക്ഷെ ആ പഞ്ചായത്ത് കമ്മിറ്റിയോട് കൂട്ടണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നേരെ വീണ വന്നിട്ട് എന്ത് ചെയ്യണം? മന്ത്രി വീണയും മറ്റേ പിണറായി വിജയനും ഒക്കെ വന്നിട്ട് ഇവർക്ക് കുട കൊടുത്തിട്ട് പോവാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യാണ്? കുട മേടിച്ച് ചൂടിക്കൊണ്ട് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് ആ കോൺഗ്രസിനെതിരെ സമരം ചെയ്യാണെന്ന് പറഞ്ഞാൽ അതിനൊറ്റ കാര്യമുള്ളൂ. അത് ഒന്നുകില്ലെങ്കിൽ നിങ്ങളുടെ അജ്ഞതയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനഃപൂർവ്വമായിട്ടുള്ള കപടതയാണ്. അതായത് ഇതില് സുരേഷ് ഗോപി വന്ന് കൊട നൽകിയതും അവിടെ അദ്ദേഹം അവിടെ വന്നത് യഥാർത്ഥത്തിൽ ഈ സമരത്തെ വലിയ രീതിയിൽ വിഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും വിശ്വാസതക്ക് തകർച്ചയിട്ടു. എന്താണെന്ന് വെച്ചാൽ
ഗൗതമും ഞാനും ഒരു കമ്പനിയുടെ ഓണർമാരാണ്. അപ്പൊ അവിടെ നിന്ന് എന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ ഡിസ്ട്രിക്ട് ഓഫീസിൽ, എന്റെ ജില്ലയുടെ പ്രധാനപ്പെട്ട ഓഫീസിൽ നിങ്ങൾ സമരം ചെയ്യുക കുറെ പേര്. അപ്പൊ ഞാനും ഗൗതവും കൂടി കൊണ്ടിട്ട് അവർക്ക് കുട കൊടുത്തിട്ടൂടെ? യഥാർത്ഥത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ആർക്കാണ്? ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ആർക്കാണ്? എനിക്കാണ്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് കുട മേടിച്ചിട്ട് ഗൗതമിനെതിരെ അല്ലെങ്കിൽ എക്സിനെതിരെ വൈക്കെതിരെ ചീത്ത വിളിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സമരത്തിന്റെ പിന്നിൽ ചില അജണ്ടകളുണ്ട് എന്ന് സംശയിക്കുന്നു. അല്ലാതെ CPM-നെ സംബന്ധിച്ചോളം പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊടുത്തല്ലോ ഇവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കേണ്ടത്. ആണോ? അല്ല. യഥാർത്ഥത്തിൽ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 500 പേര് അവിടെ നിന്ന് സമരം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ഞാൻ അവരുടെ എണ്ണത്തെ ഒന്നും കുറച്ചാണെന്നില്ല. ആ സമരം ചെയ്യുമ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ സമരം ചെയ്യുന്ന ആളുകൾ 100 രൂപയെങ്കിൽ 500 രൂപ കൂട്ടി തന്നെ അവർ സമരം അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറാകാത്തതിന്റെ പിന്നിൽ ഈ ലാക്കൂടിയുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം ഇനി രണ്ടാമതൊരു കാര്യം കൂടി പറയാം. എന്തുകൊണ്ടാണ് INTUC സമരത്തെ അനുകൂലിക്കാത്തത്? വലിയ ചോദ്യമല്ലേ? ഇപ്പൊ കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തല, VS ശിവകുമാർ, നിരവധി ആളുകൾ അവിടെ വന്നിട്ട് പോകണം, ഞാൻ കണ്ടു നിൽക്കുകയാണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ സമരത്തെ ഈ പറയുന്ന INTUC അനുകൂലിക്കാത്തത്? നമ്മൾ ചർച്ച ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ്? ശരിക്കും പറഞ്ഞാൽ INTUC-യിൽ വന്നൊരു ലേഖനമുണ്ട്, നമ്മുടെ ഒരു സുഹൃത്താണ് എഴുതിയേക്കണേ. ആ ലേഖനത്തിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്താ അറിയാമോ? സമരം എന്ന് പറയുന്ന ഒരു സെൽഫി പോയിന്റായി മാറി എന്നുള്ളത് വലിയ കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ചില സംഘടനകളുണ്ടെന്നും ആ സംഘടനകൾക്ക് ചില വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് യാഥാർത്ഥ്യമാണ്. വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഒറ്റ കാര്യമുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു സ്പിയറായി, ഒരു കുന്തമുനയായി ഈ സമരത്തെയും മറ്റാളുകളെയും ഉപയോഗിക്കുന്നു. അത് എല്ലാ കാലത്തും ചോദ്യം ചെയ്യപ്പെടാൻ അധികാരമില്ലാത്ത തമ്പുരാനൊന്നും അല്ല പിണറായി വിജയൻ. ആയിക്കോട്ടെ, ആരെങ്കിലും പറഞ്ഞു. ഞാൻ തന്നെ നിരവധി തവണ ചോദ്യം ചെയ്യാറുണ്ട്. ചോദ്യം ചെയ്തിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിണറായി വിജയനെ എതിരെ പറയുന്നതാണ് തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്മോഡിറ്റി എന്ന് അറിഞ്ഞുകൊണ്ടാണ് എല്ലാ യൂട്യൂബ് ചാനലുകളും അദ്ദേഹത്തിനെതിരെ പറയുന്നത്. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ ഒരു നന്മയെങ്ങാനും നമ്മൾ പറഞ്ഞു പോയാൽ വലിയ തലവേദനയായി തീരും. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ പിണറായി അറ്റ് 80 എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പോലും പിണറായി എന്ന് പറയുന്ന ആളെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയരുതായിരുന്നു എന്ന് എന്റെ പ്രേക്ഷകരടക്കം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് കുറച്ച് ഗുണങ്ങൾ കൂടിയുണ്ട്. ഒരു മനുഷ്യരിൽ തെറ്റല്ല. നരേന്ദ്രമോദിക്ക് നിരവധി ഗുണങ്ങളുണ്ട്, പോലെ തന്നെ ഒരുപാട് കുഴപ്പങ്ങളും അദ്ദേഹത്തിന്, അതേ സാധനങ്ങൾ പിണറായി വിജയനും ഉണ്ട്. മാറ്റർ ഓഫ് ദ ഫാക്റ്റായി നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്യണം. അപ്പൊ നരേന്ദ്രമോദി നിരവധി കാര്യങ്ങളിൽ അനുകൂലിച്ചിട്ടുള്ള ഞാൻ, കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് ഇവിടെയുള്ള വിഭവങ്ങൾ കൊടുക്കുകയാണെന്ന് പറയുന്ന കള്ളം മൻമോഹൻ സിംഗ് പറഞ്ഞു എന്ന് പറയുന്നതിനെ എങ്ങനെ നമ്മൾ അനുകൂലിക്കാൻ കഴിയില്ല. നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ. പിന്നെ ഇതൊറ്റ കാര്യം, സമരങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നടന്നിട്ടുള്ളത് ഇത് തന്നെയാണ്. ഇപ്പൊ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴിമതിക്കെതിരെ സമരം ഡൽഹിയിൽ നടന്നു, ഇതുപോലെ തന്നെയാണ്. ശരി. അപ്പൊ അങ്ങ് പറഞ്ഞു ഇതിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇത് പിണറായി സർക്കാരിനെതിരെയുള്ളൊരു ഗൂഢനീക്കമാണ് ഈ സമരം എന്നുള്ളത്. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയപരമായിട്ട് മുന്നേറാൻ താല്പര്യമുള്ള ഏത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്ന ഭരണത്തിന്റെ കുഴപ്പക്കേടുകൾ കാണിക്കുക, അവരെ എങ്ങനെ താഴെ ഇറക്കാൻ വേണ്ടി സാധിക്കും, അവർക്കെതിരെ മുമ്പോട്ട് നീങ്ങാൻ എങ്ങനെ സാധിക്കും, ഇത് തന്നെയായിരിക്കില്ല എല്ലാ സംഘടനകളുടെയും. അതിൽ നിന്ന് എപ്പോഴെങ്കിലും ഞാൻ പറയട്ടെ, അതിൽ നിന്ന് എപ്പോഴെങ്കിലും വ്യത്യസ്തമായിട്ട് വളരെ നിഷ്കളങ്കതയോടുകൂടി ഈ നാട്ടില് UDF-നെതിരെ ഒന്നും യാതൊരു തരത്തിലുള്ള സമരവും ചെയ്യാത്ത ഒരു പ്രസ്ഥാനമൊന്നുമല്ലല്ലോ ഈ CPM-ഓ അല്ലെങ്കിൽ ന്യായീകരിച്ചില്ലല്ലോ. ഞാൻ DYFI-നെ ഞാനത് പറഞ്ഞതേ, ഞാൻ ചോദിച്ചൊരു കാര്യം അല്ല, ഒരു സർക്കാരിന്റെ വീഴ്ചയെ തുറന്നു കാണിക്കുക എന്നുള്ളത് എന്താണ് ഒരു സംഘടനയുടെ താല്പര്യമായിരിക്കും. അല്ല, അതിനെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ട്, അതേ ഞാൻ പറഞ്ഞുള്ളൂ, അതൊരു കുഴപ്പമായിട്ട്. ഗൗതം, എന്റെ ഒരു ബലമായ ഒരു അഡ്വൈസ് അല്ല, എന്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോകളെങ്കിലും ഗൗതം കാണണം എന്നുള്ളതാണ്. 2 തവണ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ആദിവാസി ഗോത്രക്ഷേമ അവരെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു, നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച്. ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചപ്പോഴും ഗൗതം ശ്രമിച്ചത് പിണറായിക്കെതിരെ പറയാനാണ്. ഞാൻ പറഞ്ഞത് പിണറായി എന്നുള്ളതല്ല, 1957 ശേഷം മാറി വന്ന ഒരു സർക്കാരും ഇവരോടൊരു ആത്മാർത്ഥതയും കാണിച്ചിട്ടില്ല തൊഴിലാളികളുടെ ആദിവാസികളോട്. അപ്പൊ അത്തരത്തിലുള്ള ആ സത്യം നമ്മൾ ആരെങ്കിലും ഒക്കെ പറയേണ്ട ഒന്ന്. ഇനി രണ്ടാമത് ഗൗതം പറഞ്ഞൊരു കാര്യം, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റിൽ CPM-ഉം CPI-യും അല്ലെങ്കിൽ ജനതാദളും ഒക്കെ സമരം നടത്തിയിട്ടുണ്ടാവും. അതൊന്നും എന്റെ കൺസേൺ അല്ല. എന്റെ കൺസേൺ ഒറ്റ കാര്യമുള്ളൂ, ഈ കാര്യത്തിൽ ഇവര് ഈ സമരം നടത്തുന്ന ആളുകൾ കാണിക്കുന്ന ഇരട്ടത്താപ്പ് കൃത്യമായി ജനങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമാണ് ഒരു ജേർണലിസ്റ്റ് എന്നോ ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്നുള്ളവർക്ക് എന്റെ കടമ. അല്ലാതെ എനിക്ക് മറ്റാരെങ്കിലും ന്യായീകരിക്കുകയോ അവരും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിന്റെ കുഴപ്പം എവിടെയെന്നറിയാമോ?
51 വെട്ടുവെട്ടി ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുമ്പോൾ പോലും കോൺഗ്രസ്സുകാരെന്താ ആരെയും കൊന്നിട്ടില്ല എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ല, ജനം ആ മാറ്ററിൽ, അതായത് 51 വെട്ടുവെട്ടി ഒരാളുടെ മുഖത്ത് നോക്കി എങ്ങനെയാണ് കൊല്ലാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ചോദ്യത്തെ ജനം ഉയർത്തേണ്ട കാലവും അതിന് നിഷ്പക്ഷമായ ആളുകൾ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരണം. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തും ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കാര്യം വലിയ വികസിതമായിട്ടുള്ള രാജ്യങ്ങളിൽ, വലിയ ഹാപ്പിനെസ് ഇൻഡെക്സുകളിൽ മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ, ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്ന സമയപരിമിതി കൊണ്ടാണ്, ആ രാജ്യങ്ങളിലൊക്കെ തന്നെ എങ്ങനെയാണ് രാഷ്ട്രീയത്തെ കാണുന്നത്? രാഷ്ട്രീയം ബയസ്ഡ് ആയിട്ടല്ല ആളുകൾ കാണുന്നത്. ആളുകൾ കുറച്ചുകൂടി ബുദ്ധിപരമായി കൃത്യമായി എന്ത് ചെയ്യാറുണ്ട്, മാറാറുണ്ട്. ബോറിസ് ജോൺസൺ ഈ പറയുന്ന ഇംഗ്ലണ്ടിൽ ഒരു കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചത് കൊണ്ട് രാജിവെക്കേണ്ടി വന്നു. എന്തുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു? അവിടുത്തെ ജനാധിപത്യം അത്രത്തോളം ഡെവലപ്ഡ് ആണ്. കാരണം ബോറിസ് ജോൺസന്റെ അനുയായികളും ആ പാർട്ടിക്കാരും അന്ധമായിട്ട് അദ്ദേഹത്തെ അനുകൂലിക്കില്ല. ആ പ്രഷറിലാണ് രാജിവെക്കേണ്ടി വന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ജസ്റ്റിൻ ട്രൂഡോ ഇപ്പൊ കാനഡയിൽ രാജിവെക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യം ഡെവലപ്പ് ചെയ്യാനുള്ള എന്റെ എളിയ പരിശ്രമമാണ് സത്യങ്ങൾ ആളുകളോട് പറയുന്നത്. അങ്ങനെ ഒരു കാലം വരുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും. അത്രേ ഉള്ളൂ. എന്തായാലും അങ്ങ് പറഞ്ഞത് വളരെ വിലയേറിയ കാര്യമാണ്. ബയസ്ഡ് ആവാതെ എല്ലാത്തിനെയും നോക്കിക്കാണാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് സാധിക്കട്ടെ. ഏതെങ്കിലും ഒരു പാർട്ടിയുടെയും പ്രത്യയശാസ്ത്രത്തിന്റെയും അടിമകളായി തീരാതിരിക്കാൻ എല്ലാവർക്കും, ഒരു മതത്തിന്റെയും ഒന്നും ആയി തീരാതിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ.